അതുപോലെ തന്നെ ഭൂരിഭാഗം അണികളും അത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും മറ്റുള്ളവരെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ, അത് നമ്മൾ മാറ്റേണ്ട കാര്യമാണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പറയുന്ന ആളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക എന്നുള്ളതാണ് ഒരു ശീലം. സംസാരിക്കുമ്പോൾ സഭ്യമായ ഭാഷയിൽ കൂടി സംസാരിക്കണം. അല്ലാതെ എന്തെങ്കിലും ആരെടുത്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ എടുത്ത വഴിക്ക് തന്തനെയും തള്ളനെയും വിളിക്കുക. പ്രത്യേകിച്ചും ഒരൊറ്റ പാർട്ടിക്കാരാണ് ആ രീതിയിൽ സംസാരിക്കുന്നത്. അത് വളർത്തുദോഷം നമ്മൾ പറയില്ലേ, ഈ വീട്ടിൽ അച്ഛനമ്മനെയും നമ്മൾ പറയില്ലേ, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ തന്തനെയും തള്ളനെയും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പോലെ, അത് വളർത്തുദോഷത്തിൻ്റെയാണ്. അത് ഇപ്പോഴും മാറിയിട്ടില്ല, ഇനിയും പെട്ടെന്ന് മാറുന്നു തോന്നണില്ല. പക്ഷെ ആരെങ്കിലും അത് മുതിരണം. നമ്മുടെ മക്കളെ നന്നാക്കാനായിട്ട് നമ്മൾ മുതിർന്നില്ലെങ്കിൽ മക്കൾ പിഴച്ചു പോകും. ആ രീതിയിലാണ് ഒരു പാർട്ടി. ഞാനിത് പാർട്ടിയുടെ പേരെടുത്ത് പറയാത്തത്, എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ആ പാർട്ടിയിലുണ്ട്. അങ്ങനെ പലരുടെയും നല്ല സുഹൃത്തുക്കൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അതുപോലെ ഒരുപാട് നല്ല മനസ്സുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് സ്വന്തം പാർട്ടിക്കെതിരായിട്ട് തന്നെ, അവർ വിശ്വസിക്കുന്ന പ്രത്യയ ശാസ്ത്രത്തിനെതിരായിട്ട് തന്നെ അവർക്ക് വോട്ട് ചെയ്യേണ്ടി വന്നത്.